എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളും പരീക്ഷ ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കട്ടെ, മറക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. ഈ ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത് ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷകളായ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2-4 സെമസ്റ്ററുകളും നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ എഴുതാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന അതേ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു വർഷം അധികമായി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾക്ക് 1, 3, 5 എന്ന ഓഡ് സെമസ്റ്റർ 1, 3, 5 എന്ന ഓഡ് സെമസ്റ്റർ പരീക്ഷകളിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർഷം ഡിലേ ആകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ 6ാം സെമസ്റ്റർ പരീക്ഷ അറ്റൻഡ് ചെയ്ത റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് 1, 3, 5 ഓഡ് സെമസ്റ്ററുകളിലാണ് സപ്ലി എങ്കിൽ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കൂ. 2-4 സെമസ്റ്റർ സപ്ലി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന വർഷം തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 1, 3, 5 സെമസ്റ്ററുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സെമസ്റ്ററുകളായി കണ്ട് അതിൽ സപ്ലി വരാതിരിക്കാൻ നോക്കുക. അതിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പരീക്ഷ എന്നു മുതൽ ആരംഭിക്കും? മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ അക്കാദമിക് കലണ്ടർ ബേസ് ചെയ്യുമ്പോൾ ജൂൺ മാസം 11ാം തീയതി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാകാം, എന്നാൽ കാര്യമായ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.